ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അതിന്റെ വിഷയം എന്നുള്ളത് അസ്റാർ ശരിയത്തുൽ ഇസ്ലാമിയ, അതല്ലെങ്കിൽ ഉസൂലുദ്ദീൻ വ തശ്രീഉൽ ഇസ്ലാം, ഫൽസഫത്തു തശ്രീഉൽ ഇസ്ലാം എന്നിങ്ങനെയൊക്കെ വിവിധ രൂപത്തിൽ ഓപ്ഷനുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. പുസ്തകം ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അതിന്റെ മൗളൂഅ് അസ്റാർ ശരിയത്തുൽ ഇസ്ലാമിയ, അല്ലെങ്കിൽ ഉസൂലുദ്ദീൻ വ തശ്രീഉൽ ഇസ്ലാമി, ഫൽസഫത്തു തശ്രീഉൽ ഇസ്ലാമി, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അടുത്ത അതിന്റെ ഒരു ചോദ്യം നോക്കാം. മാഹിയ അഹമ്മു ഖസായിസു കിതാബ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ത് എന്നാണ് ചോദ്യം. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. ഇന്നഹു കിതാബു ഷാഹു വലില്ലാഹി ദഹ്ലവി, ഇന്നഹു കിതാബു ഫിൽ ഫിഖ്ഹ്, ഇന്നഹു കിതാബുൻ യതകല്ലമു ഫീഹി അൻ അസ്റാർ ശരിഅ വ കിതാബുൻ ദുവ്വിന ഫിൽ ഹിന്ദ്. ആൻസർ എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ അന്നഹു കിതാബു ഷാഹു വലില്ലാഹി ദഹ്ലവി, ഇത് ശരിയാണ് അല്ലെ? ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ് ഈ പുസ്തകം. അപ്പൊ നമ്മളെ എന്തായത് ഒറ്റ നോട്ടത്തിൽ അതിലേക്ക് ചാടി വീഴരുത്, ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് എല്ലാവരും പറഞ്ഞതുപോലെ. ഓപ്ഷൻ സി ആണ് കൃത്യമായ ഉത്തരം. അന്നഹു കിതാബുൻ യതകല്ലമു ഫീഹി അൻ അസ്റാർ ശരിഅ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഹിക്മത്തുകളെ കുറിച്ച്, അതിന്റെ രഹസ്യ സ്വഭാവത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമ്മൾ അശ്രദ്ധ മൂലം ചിലപ്പം നഷ്ടപ്പെടാവുന്ന മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അത് ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഇസ്ലാമിക ശരീഅ നിയമങ്ങളുടെ ഹിക്മത്തുകൾ പറയുന്ന ഒരു കൃതിയാണ് ഇത് ഷാഹു വലില്ലാഹി ദഹ്ലവിയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്നത്. വിദ്യാശേഖരമായിട്ട് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായി സംസാരിക്കുന്ന ഒരു രചന നിർവഹിച്ച ആൾ കൂടിയാണ് ഒരു ഇമാം ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. ഇനി മറ്റു രചനകളാണ് അൽ-ഫൗസുൽ കബീർ. അത് ഉസൂൽ തഫ്സീർ, തഫ്സീറിന്റെ ഉസൂലുകളെ കുറിച്ച് പറയുന്ന കൃതിയാണ്. മറ്റൊന്നാണ് അൽ മുസവ്വ, അതുപോലെ അൽ മുസഫ എന്നത് രണ്ട് ഹദീസുള്ള രചനയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തക്ക് എഴുതിയ ഷർഹാണ് മുസവ്വയും മുസഫയും. മുസവ്വ അറബിയിലാണ്, മുസഫ പേർഷ്യൻ ഭാഷയിലാണ് കേട്ടോ. മുസവ്വ അറബി ഭാഷയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തക്ക് എഴുതിയ ഷർഹാണ്. മുസവ്വ എന്താണ് ഫാരിസി ഭാഷയിൽ എഴുതിയ ഷർഹാണ്. രണ്ടും മുവത്തയുടെ എന്താണ് ഷർഹാണ് കേട്ടോ. അതുപോലെ ഫതഹുർ റഹ്മാൻ ഫി തർജുമത്തുൽ ഖുർആൻ, പേർഷ്യൻ ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ട്രാൻസ്ലേഷൻ കൂടിയാണ് ഇത് ഫതഹുർ റഹ്മാൻ ഫി തർജുമത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. കണ്ടെടുക്കപ്പെട്ട പേർഷ്യൻ ഭാഷയിൽ ഖുർആനിന് വന്ന ആദ്യത്തെ തഫ്സീർ ട്രാൻസ്ലേഷൻ ആണ് ഇത് ഫതഹുർ റഹ്മാൻ ഫി തർജുമത്തുൽ ഖുർആൻ എന്നുള്ളത്. പലപ്പോഴും എക്സാം ഗതിയാണ്. അതുപോലെ തഫ്ഹീമാത്തുൽ ഖുറത്തുൽ ഐനൈൻ മറ്റൊരു ഗതിയാണ് അൻ ഖിലാഫത്തുൽ ഖുലഫ. വളരെ ഇമ്പോർട്ടന്റ് 40-ലധികം കനപ്പെട്ട രചനകളിൽ ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്. എക്സാമുകളിൽ വന്ന ഓപ്ഷനുകളിലൊക്കെ കണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ രചനകൾ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട ഒരു ഗതിയാണ് ഇസാലത്തുൽ ഖഫാ അൻ ഖിലാഫത്തുൽ ഖുലഫ. അതും പേർഷ്യൻ ഭാഷയിലാണ് എഴുതിയത്. പിന്നീട് അറബിയിലേക്ക് എന്തായിട്ടുണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയാണ് നമ്മൾ പറഞ്ഞു. അത് അസ്റാർ ശരീഅത്തുൽ ഇസ്ലാമിയ എന്നുള്ളതാണ് അതിന്റെ മൗദൂഅ്. മറ്റു പ്രധാനപ്പെട്ട രചനകളാണ് ഫൗസുൽ കബീർ, മുസവ്വ, മുസ്വഫ, അതുപോലെ ഫതഹുർ റഹ്മാൻ ഫി തർജുമത്തുൽ ഖുർആൻ, തഫ്ഹീമാത്തുൽ ഇലാഹിയ, ഖുറത്തുൽ ഐനൈൻ, ഇസാലത്തുൽ ഖഫാ, ഖിലാഫത്തുൽ ഖുലഫാ. നമുക്ക് നോക്കാം, ഒരു ചോദ്യമാണ്. അൽ ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ, മുഅല്ലിഫുഹു അബ്ദുൽ ഹഖ് മുഹദ്ദിസ് അദ്ദഹ്ലവി, അബ്ദുൽ ഹയ്യ് അൽ ഹസനി, അബുൽ ഹസൻ അൻ-നദ്വി, ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഓപ്ഷൻ ഡി ആണ്, ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ് അൽ ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ എന്നുള്ളത്. ഈ ഫൗസുൽ കബീറിന്റെ 5-ാമത്തെ അധ്യായം മാത്രം എടുത്തൊരു
കൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫത്തുഹുൽ ഖബീർ എന്ന പേരിൽ കേട്ടോ. ഫത്തുഹുൽ ഖബീർ എന്ന പേരിൽ ഒരു കൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് മാത്രം PSC എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഫൗസുൽ കബീറിന്റെ 5ാമത്തെ അധ്യായം മാത്രം എടുത്ത് ഒരു പ്രത്യേക കൃതിയാക്കി മാറ്റിയതാണ് ഫത്തുഹുൽ ഖബീർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ കുത്തുബി ഷാഹു വലില്ലാഹി ദഹ്ലവി. ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. അൽ ഇർഷാദ് ഇലാ മുഹിമ്മാത്തുൽ ഇസ്നാദ്, അത്തഫ്ഹീമാത്തുൽ ഇലാഹിയ, അൽ ബുദൂറുൽ ബാസിഗ, അബ്ജദുൽ ഉലൂം. ഇതിൽ ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. എല്ലാവരും ആൻസർ പറയണേ, തെറ്റിയാലും പ്രശ്നമില്ല. ഓപ്ഷൻ ഡി ആണ്, അബ്ജദുൽ ഉലൂം ആണ്. അബ്ജദുൽ ഉലൂം ആരുടെ രചനയാണ്? ഖനൂജി. യെസ്, സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജിയുടെ രചനയാണ് അബ്ജദുൽ ഉലൂം എന്ന് പറയുന്നത്. 3 വാല്യങ്ങളുള്ള തർജ്ജമകൾ പറയുന്ന ഒരു കൃതിയാണ് ഏത്? അബ്ജദുൽ ഉലൂം എന്ന് പറയുന്നത്. അതുപോലെ മറ്റു 3 രചനകളും ഇർഷാദുൻ ഇലാ മുഹിമ്മാത്തുൽ ഇസ്നാദ്, അത്തഫ്ഹീമാത്തുൽ ഇലാഹിയ, ബുദൂറുൽ ബാസിഗ, ഈ 3 കൃതികളും ആരുടേതാണ്? ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. ഇനി ഒരു പുസ്തകമുണ്ട് ബുദൂറുൽ അഹില്ല എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. അത് ആരുടേതാണെന്ന് അറിയോ? ബുദൂറുൽ ബാസിഗ ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. ബുദൂറുൽ അഹില്ല എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. ഞാൻ സമാന പേരുള്ള പുസ്തകങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ബുദൂറുൽ അഹില്ല ആരുടെ രചനയാണ്? എനിവൺ? ഇല്ല, മുല്ല മഹ്മൂദ് അൻഫുരി അല്ല. സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജിയുടേതാണ് കേട്ടോ. സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജിയുടേതാണ് ബുദൂറുൽ അഹില്ല എന്ന് പറയുന്നത്. ബുദൂറുൽ ബാസിഗ ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. അങ്ങനെ സമാന പേരുള്ള പുസ്തകങ്ങളും ശ്രദ്ധയിൽ വെക്കുന്നത് നന്നാവും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം വളരെ ഈസിയാണ്. സാഹിബു കിതാബ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ കർത്താവ് ആര് എന്നുള്ളത്? ഷാഹു വലില്ലാഹി ദഹ്ലവി സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, അൻവർ ഷാ അൽ കശ്മീരി, അസൈദ് സുലൈമാൻ അൻ നദവി, മുഹമ്മദ് ഹമീദുള്ള അൽ ഹൈദരാബാദി. ഇതിലാരുടെ രചനയാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്നാണ് ചോദ്യം. ആരാണ് ഇതിന്റെ രചയിതാവ്? ഓക്കെ, വളരെ ഈസിയായ ചോദ്യമാണ് അല്ലേ? ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. നെക്സ്റ്റ് ചോദ്യം, മൗളൂഉ കിതാബ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, ഇതിന്റെ മൗളൂഉ എന്ത് എന്നുള്ളത്? താരിഖുൽ ഇസ്തിഅമാർ അൽ ബരീത്വാനി ഫിൽ ഹിന്ദ്, അൽ ഇഖ്തിസാദുൽ ഇസ്ലാമി, താരിഖു ഫുതുഹാത്തുൽ ഇസ്ലാമിയ, ഇൽമു അസ്റാർ ശരിയത്തുൽ ഇസ്ലാമിയ. ഈ കഴിഞ്ഞ ഫുൾ ടൈം LPSൽ ചോദിച്ചതാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ, ഇൽമു അസ്റാർ ശരിയത്തുൽ ഇസ്ലാമിയ എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം, ഹസ്സാനുൽ ഹിന്ദ് മദ്ദാഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? അൽ ഖാലി മുഹമ്മദ്, അൻവർ ഷാ അൽ കശ്മീരി, അബുൽ ഹസൻ അലി അൻ നദവി, ഗുലാം അലി ആസാദ് അൽ ബൽഗ്റാമി. ഇവരിൽ ആരാണ് ഹസ്സാനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. എല്ലാവരും ഡി ആണ് പറയുന്നത് അല്ലേ? ഖാലി മുഹമ്മദ്, അൻവർ ഷാ അൽ കശ്മീരി, അബുൽ ഹസൻ അലി അൻ നദവി, ഗുലാം അലി ആസാദ് ബൽഗ്റാമി. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ഗുലാം അലി ആസാദ് ബൽഗ്റാമി തന്നെയാണ് ആൻസർ. ഗുലാം അലി ആസാദ് ബൽഗ്റാമി തന്നെയാണ് ആൻസർ. ഹസ്സാനു മലൈബാർ എന്നറിയപ്പെടുന്ന ആരാ? ഖാലി മുഹമ്മദ് ആണ്. എന്താണ്? ഖാലി മുഹമ്മദ് ആണ് അല്ലേ? ആണോ? ഓക്കെ ഓക്കെ, ഞങ്ങളൊക്കെ ഓക്കെ. ഞാൻ ഇങ്ങനെ ആലോചിക്കാണ്, എല്ലാ ആൾക്കാർ ഖാലി മുഹമ്മദ് പറയുമ്പോൾ ഓക്കെ വരും. ഉമർ ഖാലിയാണ് കേട്ടോ. ഖാലി ഉമറാണ്, ഖാലി മുഹമ്മദ് അല്ല, മാറിപ്പോവരുത്. ഓക്കെ, അൽ ഖാലി
ഉമർ അൽ ബലങ്കൂത്തിയാണ് എന്ത് ഹസ്സാനു മലൈബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹസ്സാനുൽ ഹിന്ദ് എന്നറിയപ്പെടുന്നത് സയ്യിദ് ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ് അല്ലെ. ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ്. മുഅർരിഖുൻ വശാഇറുൻ അല്ലെ, കവിയും ചരിത്രകാരനും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹം ജനിക്കുന്നത് ബൽഗറാമിലാണ് 1704. അന്ന് യു പിയുടെ ഭാഗമായിരുന്നു. ഇന്നത് എന്താണ് ബീഹാറിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ജാർഖണ്ഡ് അതിന്റെ ഒരു അതിർത്തി ഭാഗത്തായിട്ടാണ് വരുന്നത്. മരണപ്പെടുന്നത് ഔറംഗാബാദിലാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് 1786. അദ്ദേഹം അദ്ദേഹത്തിന്റെ ലഖബാണ് ഹസ്സാനുൽ ഹിന്ദ് എന്നുള്ളത്. ഹസ്സാനുൽ ഹിന്ദ് ലി കസ്റത്തിൽ മദാഇഹിൻ നബവിയ, പ്രവാചക പ്രകീർത്തനങ്ങൾ ധാരാളമായി പാടിയ ഒരു കവി ശ്രേഷ്ഠൻ കൂടിയാണ് ആര് ഗുലാം അലി ആസാദ് ബൽഗറാമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താവുന്നത് ഹസ്സാനുൽ ഹിന്ദ് എന്ന് അദ്ദേഹത്തിന് ലഖബ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രചനയാണ് സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. ഓക്കെ, അത് ഗുലാം അലി ആസാദ് ബൽഗറാമിയുടേതാണ്. ഏറെക്കുറെ എല്ലാ എക്സാമുകളിലും, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും, അറബിക്കിന്റെ കോമ്പറ്റേറ്റീവ് നെറ്റ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി സെറ്റ്, ടെറ്റ്, PSC എന്ന് തുടങ്ങി എല്ലാ അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും വന്നൊരു ചോദ്യമാണ്, വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സിബഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാനിന്റെ രചയിതാവ് ആര്, അല്ലെങ്കിൽ ഗുലാം അലി ആസാദ് ബൽഗറാമിയുടെ പ്രധാനപ്പെട്ട രചനയിൽ ഏതാണെന്നൊക്കെ ചോദിച്ചത്. അതുപോലെ തന്നെ മൗലു എന്താണ് ഹൗലൽ ഹിന്ദി വമാഫിഹ, ഇന്ത്യയും അതുമായി അനുബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് 4 അധ്യായങ്ങളായിട്ടാണ് ഈ കൃതി ഉള്ളത്. അതിന് 1-ാമത്തെ അധ്യായത്തിൽ തഫ്സീറിലും അതുപോലെ ഹദീസിലും ഇന്ത്യയെ പറ്റി വന്ന പരാമർശങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ് ഇതിലെന്താവുന്നത് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് എന്ന് ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, ഇന്തോ അറബ് ബന്ധങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയും അതിൻ്റെ ഒരു ചരിത്രപരമായ സ്രോതസ്സുകളെ കുറിച്ച് ആഴത്തിൽ തുറന്നു കാണിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ കൂടിയാണ് ആര് ഗുലാം അലി ആസാദ് ബൽഗറാമി. ആ ശ്രേണിയിൽ വരുന്ന ആളുകളാണ് അബ്ദുൽ ഹൈ അൽ ഹസനി പോലെയുള്ള ആളുകൾ, ഖാദി അത്ഹർ മുബാറക് ഫൂരി പോലെയുള്ള ആളുകൾ. അവർക്ക് എന്തായിട്ടുണ്ട് ഈ ഇന്തോ അറബ് റിലേഷനെ കുറിച്ച് ഇത്തരത്തിൽ രചനകൾ നിർവഹിച്ച ആൾ കൂടിയാണ്. കൂട്ടത്തിൽ സയ്യിദ് സുലൈമാൻ നദ്വിയും അത്തരം പഠനങ്ങൾ നടത്തിയ ആളുകളാണ് കേട്ടോ, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പൊ സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, അതിന്റെ മൗദു എന്താണ് ഹൗലുൽ ഹിന്ദി വമാ ഫിഹ, ഇന്ത്യയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട രചനകളാണ് മിർആത്തുൽ ജമാൽ, മിർആത്തുൽ ജമാൽ, ലൗ ഉദ്ദറാരി ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി, ലൗ ഉദ്ദറാരി ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി, മദ്ഹറുൽ ബറക്കാത്ത്, അസ്സബഅത്തു സയ്യാറ, അസ്സബഅത്തു സയ്യാറ. ഇതൊക്കെ പലപ്പോഴും പല എക്സാമുകളിൽ വന്നതാണ്, ഓർത്തു വെക്കുക. മിർആത്തുൽ ജമാൽ, ലൗ ഉദ്ദറാരി ഫി ഷറഹി സ്വഹീഹുൽ ബുഖാരി, മദ്ഹറുൽ ബറക്കാത്ത്, അസ്സബഅത്തു സയ്യാറ. ഇനി ഒരു ചോദ്യം നോക്കാം നമുക്ക്. അൽ കിതാബുൻ യദൂർ ഹൗലൽ ഹിന്ദി വമാ ഫീഹ വയതനാവലു ഫീഹി മസായാഹ വഫളായിലഹ വയസ്ബതു വിജ്ഹത നവരിഹി ബിൽ ആയാതി വൽ അഹാദീസ് നബവിയ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, സിബഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ, അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറുഹ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ ഗൈറു മാ ദുക്കിറ. ഇത് കേട്ടിട്ടിനോ മറ്റോ ചോദിച്ചൊരു എക്സാം ക്വസ്റ്റ്യനാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യണേ. കിതാബുൻ, ഒരു ഗ്രന്ഥം, യദൂർ ഹൗലൽ ഹിന്ദി വമാ ഫീഹ, ഇന്ത്യയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. വയതനാവലു ഫീഹി, അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, മസായഹ, അതിന്റെ സവിശേഷതകൾ, ഫളായിലഹ, അതിന്റെ ശ്രേഷ്ഠതകൾ, വയസ്ബുതു, അത് അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്നു, വിജ്ഹത നവരിഹി, അദ്ദേഹത്തിന്റെ അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ബിൽ ആയാത്തി വൽ അഹാദീസ് നബവിയ, പ്രവാചക അധ്യാപനങ്ങളിലൂടെയും അതുപോലെ ആയത്തുകളുടെ മീൻസ് തഫ്സീറുകളിലൂടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യെസ്, എല്ലാവരും പറഞ്ഞതുപോലെ ഓപ്ഷൻ ബി സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ളത് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, മൻ ഹുവ ഷാഇറുൽ ലദി യുഅറഫു ബി ഹസ്സാനുൽ ഹിന്ദ്, ഹസ്സാനുൽ ഹിന്ദ് എന്ന് പേരിൽ അറിയപ്പെടുന്ന കവി ആര് എന്നാണ് ചോദ്യം. ഫുൾ ടൈം LPS 2023 ചോദ്യമാണ്. അബുൽ ഹസൻ അലി ഹസൻ അൻ നദ്വി, അൻവർ ഷാ അൽ കശ്മീരി, അൽ ഖാദി ഉമർ അൽ ബലങ്കൂത്തി, ഗുലാം അലി ആസാദ് ബൽഗറാമി. ഇവരിൽ ആരാണ് ഹസ്സാനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ്, ഗുലാം അലി ആസാദ് ബൽഗറാമിയാണ് ഹസ്സാനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, സിബഹത്തുൽ മർജാൻ മിൻ തഅലീഫി, ആരുടെ രചനയാണ് സിബഹത്തുൽ മർജാൻ എന്നുള്ളതാണ് ചോദ്യം.
غلام علي آزاد السيد الملقب بالحسان الهند الشيخ زين الدين مختوم الصغير العلامة فضل الحق خيرابادي العلامة صديق حسن خان القنوجي. ഓക്കെ, നമുക്ക് നോക്കാം. ഗുലാം അലി ആസാദ് ബൽഗ്രാമിയാണ് അല്ലേ? സിബഹത്തുൽ മർജാൻ ആരുടെ രചനയാണ്? ഗുലാം അലി ആസാദ് ബൽഗ്രാമിയുടെ രചനയാണ്. നെക്സ്റ്റ് ചോദ്യത്തിന്റെ മൗദു എന്താണ്? സിബഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ തഅലീഫു ഫി القصة القصيرة المسرحية الرواية التاريخ. التسهيل والنوسون. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അല്ലേ? താരീഖ്. ഓപ്ഷൻ ഡി താരീഖ് ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ? ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് അബ്ദുൽ ഹയ്യുൽ ഹസനിയെ കുറിച്ചാണ്. അബ്ദുൽ ഹയ്യുൽ ഹസനി ആലിമുൻ ഇസ്ലാമിയൻ വ മുഫക്കിറുൻ വ മുഅർരിഖുൻ വ തബീബുൻ. അദ്ദേഹം ഒരു വൈദ്യനാണ്, ചരിത്രകാരനാണ്, ചിന്തകനാണ്, ഇസ്ലാമിക് പണ്ഡിതനാണ് അല്ലേ? ധാരാളം കനപ്പെട്ട രചനകൾ കൊണ്ട് എന്താണ് വലിയ സംഭാവനകൾ അർപ്പിച്ചൊരു മഹാൻ കൂടിയാണ് ആര്? അബ്ദുൽ ഹയ്യുൽ ഹസനി എന്ന് പറയുന്നത്. ജനിക്കുന്നത് 1869 റായ്ബറേലിയിലാണ്. ലക്നൗ, ഇപ്പോഴത്തെ തലസ്ഥാനമായ ലക്നൗവിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ് റായ്ബറേലി. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1923 അദ്ദേഹം മരണപ്പെട്ടു. ലുഖിബ ബി ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ്. അദ്ദേഹത്തിൻ്റെ ലഖബാണ് ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ പേര് കിട്ടാൻ കാരണം എന്താണ് അറിയോ? ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്ന് പേര് കിട്ടാൻ കാരണം എങ്ങനെ? അതെ, നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ള വിഖ്യാതമായ രചന നിർവഹിച്ച കാരണമായിട്ടാണ് അദ്ദേഹത്തിന് എന്തായത് ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്ന് പേര് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഇപ്പോൾ ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ള രചന കാരണമായിട്ടാണ്. ഇബ്നു ഖല്ലിഖാനോട് ഇദ്ദേഹത്തെ തഷ്ബീഹ് ചെയ്യണമെങ്കിൽ ഇബ്നു ഖല്ലിഖാൻ എന്തോ ഒരു മുഷബ്ബഹിന് എന്താണ്, പിന്നെ മുഷബ്ബഹ് ബിഹിക്ക് എന്തായിരിക്കണം? അക്വ, ഏറ്റവും കൂടുതൽ ഒരു സവിശേഷത വേണമെന്നല്ലേ? ഇബ്നു ഖല്ലിഖാൻ അങ്ങനെ മഹത്വം കൈവരിക്കാൻ ഇടയായ ഒരു കൃതി ഉണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇബ്നു ഖല്ലിഖാന്റെ വിഖ്യാതമായ രചന വഫയാത്തുൽ അയാൻ അംബാഉ അബ്നാഇ സമാൻ എന്നുള്ള അല്ലേ? 800-ലധികം വരുന്ന വിഖ്യാതരായ പണ്ഡിതന്മാരെ പരിചയപ്പെടുന്ന ഒരു തർജ്ജമ ഉള്ള ഒരു കൃതിയാണത്. അത് കാരണമായിട്ട് അദ്ദേഹത്തിന് എന്തായാലും വലിയ പ്രശസ്തി ലഭിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ അങ്ങനെ തഷ്ബീഹ് ചെയ്തിട്ടാണ് എന്തായത് അബ്ദുൽ ഹയ്യുൽ ഹസനിക്ക് ഇബ്നു ഖല്ലിഖാനുൽ ഹിന്ദ് എന്നുള്ള പേര് ലഭിച്ചത് കേട്ടോ. അദ്ദേഹത്തിന്റെ പുത്രനാണ് അബുൽ ഹസൻ അലി അൻ-നദ്വി എന്ന് പറയുന്ന മഹാൻ. അബുൽ ഹസൻ അലി അൻ-നദ്വി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിന്റെ രചന നമ്മൾ പറഞ്ഞു നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പല രചനകൾക്കും 2-3 രചനകൾക്കും എന്ന് വെച്ചാൽ 2 പേരുകളുണ്ട്. 2 പേരും അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 പേരുകളും അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു നുസ്ഹത്തുൽ ഖവാത്തിർ, അതിന്റെ മറ്റൊരു പേരാണ് അൽ-അലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദ് മിനൽ അഅലാം. അൽ-അലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദ് മിനൽ അഅലാം എന്നുള്ളത് അതിന്റെ മൗദു എന്താണ്? തറാജിം ഉലമാഇൽ ഹിന്ദ്. ഹിജ്റ 1-ാം നൂറ്റാണ്ട് മുതൽ 14 നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ജീവിച്ചു പോയ 4500-ലധികം വരുന്ന പണ്ഡിതന്മാരെയാണ് അതിൽ പരിചയപ്പെടുത്തുന്നത്. അവരുടെ ലഘു ജീവചരിത്രവും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളും അവരുടെ കാലത്തുള്ള സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന അത്യപൂർവം രചനകളിൽ ഒന്നാണ് ഇത് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണെന്ത്? അൽ-അലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദ് മിനൽ അഅലാം. അൽ-അലാമു ബിമൻ ഫി താരീഖിൽ ഹിന്ദ് മിനൽ അഅലാം എന്നുള്ളത്. ഓക്കെ, മറ്റൊരു രചന അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്ന് പറയുന്നത്. അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഇതൊക്കെ എല്ലാ തവണയും അല്ലെങ്കിൽ പലപ്പോഴും എക്സാമിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിന് പിന്നെ മറ്റൊരു പേരാണ് മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂമി വൽ മആരിഫ് എന്നുള്ളത്. മആരിഫുൽ അവാരിഫ് ഫി അൻവാഇൽ ഉലൂമി വൽ മആരിഫ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പേര്. ഓക്കെ, അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. മറ്റൊന്നാണ് അൽ ഹിന്ദു ഫി അഹദിൽ ഇസ്ലാമി. അൽ ഹിന്ദു ഫി അഹദിൽ ഇസ്ലാമി. തൽഖീസുൽ അഖ്ബാർ അല്ലെങ്കിൽ എന്താണ് തഹ്ദീബുൽ അഖ്ലാഖ് എന്ന് പറയാം കേട്ടോ.
അത് രണ്ടും ഒരേ കൃതിയാണ്, ഹദീസിലുള്ള രചനയാണ് കേട്ടോ. ഹദീസിലുള്ള ചെറിയ ഹദീസുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ലഘു കൃതിയാണത്. തഹ്ദീബുൽ അഖ്ലാഖ് എന്നും അതിന് പേരുണ്ട്. ഇതിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രചനകൾ. ഒന്ന് നുസ്ഹത്തുൽ ഖവാത്തിർ, അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, അൽ ഹിന്ദ് ഫി അഹ്ദുൽ ഇസ്ലാമി, തൽഖീസുൽ അഖ്ബാർ അല്ലെങ്കിൽ തഹ്ദീബുൽ അഖ്ലാഖ് എന്നുള്ളത്. ഇനി ഒരു ചോദ്യം നോക്കാം. 2021 ചോദിച്ചതാണ് PSC. അബ്ദുൽ ഹൈ അൽ ഹസനിയുടെ രചനകളിൽ പെട്ടത് ഏത് എന്നാണ് ചോദ്യം. നുസ്ഹത്തുൽ ഖവാത്തിർ, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഉയൂനുൽ അഖ്ബാർ, റൂഹുൽ ഇസ്ലാം. ഓക്കെ, നുസ്ഹത്തുൽ ഖവാത്തിർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രചന. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് ആരുടെ രചനയാണ്? എന്താണ്? അബുൽ ഹസൻ അലി നദ്വിയുടെ രചനയാണ് ഇത്. റൂഹുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഉയൂനുൽ അഖ്ബാറോ? ഇബ്നു ഖുതൈബയുടെ ഇബ്നു ഖുതൈബയുടെ രചനയാണ് ഇത്. റൂഹുൽ ഇസ്ലാം എന്താണ്? ഉയൂനുൽ അഖ്ബാർ എന്ന് പറയുന്നത്. ഉയൂനുൽ അഖ്ബാർ ഇബ്നു ഖുതൈബയുടെ രചനയാണ്. ഈ ഉയൂനുൽ അഖ്ബാറിന്റെ ശൈലിയിലാണ്, മാതൃകയിലാണ് ഇബ്നു അബ്ദുർ റബ്ബ തന്റെ വിഖ്യാതമായ ഇഖ്ദുൽ ഫരീദ് എന്നുള്ള രചന നിർവഹിച്ചത് കേട്ടോ. കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഉയൂനുൽ അഖ്ബാറിന്റെ ഉസ്ലൂബ്, അതേ ശൈലിയിലാണ് ഇബ്നു അബ്ദുർ റബ്ബ, അന്തലൂസിയൻ സാഹിത്യകാരനായ സ്പെയിനിലെ വിഖ്യാതനായ സാഹിത്യകാരൻ ഇബ്നു അബ്ദുർ റബ്ബ തന്റെ മാസ്റ്റർ പീസ് രചനയായ ഇഖ്ദുൽ ഫരീദ് രചിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഇനി റൂഹുൽ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് അത്തിയ അൽ ഇബ്രാഷി എന്നാണ് ഗൂഗിൾ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ രചനയാണ് റൂഹുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മുഹമ്മദ് അത്തിയ അൽ ഇബ്രാഷി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാഹു പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തി അബ്ദുൽ ഹൈ അൽ ഹസനി. അബ്ദുൽ ഹൈ അൽ ഹസനിയുടേതല്ലാത്ത രചന ഏത് എന്നുള്ളതാണ് ചോദ്യം. അൽ ഹിന്ദ് ഫിൽ അഹ്ദുൽ ഇസ്ലാമി, അൽ-ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദ് മിനൽ അഅ്ലാം, അസ്-സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, അദ്-ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഇതിൽ അബ്ദുൽ ഹൈ അൽ ഹസനിയുടേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം കേട്ടോ. എല്ലാവരും ഓപ്ഷൻ ഡി ആണ് പറയുന്നത് അല്ലേ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അൽ ഹിന്ദ് ഫിൽ അഹ്ദുൽ ഇസ്ലാമി, അൽ-ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദ് മിനൽ അഅ്ലാം, അസ്-സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, അദ്-ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. അദ്-ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നുള്ളത്. അദ്-ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്നുള്ളതാണ്. ഈ സമാന പേരുകളിലെ ഒരു 2-3 രചനകളിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് താരിഖ് ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, മസ്ഊദ് ആലം നദ്വിയുടേതാണ് ഈ രചന. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഈ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള പേരുകളാണ്. താരിഖ് ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, മസ്ഊദ് ആലം നദ്വി. അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് വതതവ്വുറാത്തുഹാ അബുൽ ഹസൻ അലി നദ്വി. അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് വതതവ്വുറാത്തുഹാ അബുൽ ഹസൻ അലി നദ്വി. മറ്റൊന്നാണ് എപ്പോഴും എക്സാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രചനയാണ്. എന്താണ്? മുഹീദ്ദീൻ ആലുവായിയുടെ അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തുഹാ ഫി ശിബ്ഹിൽ ഖാറത്തുൽ ഹിന്ദിയ. ഓക്കെ, ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തുഹാ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി. സമാന പേരുകളിൽ ഉള്ള ഒരു രചനയാണ്, സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് ഓർത്ത് വെക്കുക കേട്ടോ. താരിഖ് ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, മസ്ഊദ് ആലം നദ്വി. ദഅവത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് വതതവ്വുറാത്തുഹാ അബുൽ ഹസൻ അലി നദ്വി. ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറാത്തുഹാ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അഹദു നവാബിഖുൽ ഹിന്ദ് മിൻ മുഅല്ലഫാത്തിഹി നുസ്ഹത്തുൽ ഖവാത്തിർ. അബുൽ ഹസൻ അലി നദ്വി, അബ്ദുൽ ഹൈ അൽ ഹസനി, ഷെയ്ഖ് അഹ്മദ് ഷഹീദ്, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഇതിലാരാണ് നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ രചയിതാവ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി അബ്ദുൽ ഹൈ അൽ ഹസനിയാണ് ഇതിന്റെ രചയിതാവ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ചോദ്യം. അൽ ഇസ്മുൽ കാമിൽ കിതാബി നുസ്ഹത്തുൽ ഖവാത്തിർ. നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ പൂർണ്ണ നാമം എന്ത് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ് അല്ലേ. അല്ലെ അലാമു ബിമൻ ഫി താരിഖ് അൽ ഹിന്ദി മിനൽ അലാം. അല്ലെ അലാമു ബിമൻ ഫി താരിഖ് അൽ ഹിന്ദി മിനൽ അലാം എന്നുള്ളതാണ് നുസ്ഹത്തുൽ ഖവാത്തിറിന്റെ മറ്റൊരു പേര്. വേറൊരു ചോദ്യം നമ്മളൊക്കെ അതേ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുകയാണ്. നുസ്ഹത്തുൽ ഖവാത്തിർ കിതാബുൻ അല്ലഫഹു അബ്ദുൽ ഹയ്യൽ ഹസൻ. അബ്ദുൽ ഹയ്യൽ ഹസനിയുടെ രചനയാണ് നുസ്ഹത്തുൽ ഖവാത്തിർ. മൽ ഇസ്മുൽ കാമിൽ ലിഹാദ തഅലീഫ്. ഈ രചനയുടെ പൂർണ്ണ പേരെന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കൊടുക്കുന്നത് നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മനാദിർ വൻ നവാദിർ, നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മശാഹിദ് വൻ നവാദിർ, നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മറായി വൻ നവാദിർ, നുസ്ഹത്തുൽ ഖവാത്തിർ എന്നാണ് ആണ് കേട്ടോ, ടൈപ്പ് എറർ ആണ് ഓപ്ഷൻ ഡി ഉള്ളത്. നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമിഅ വൻ നവാദിർ. സ്പീഡാക്കാണ്. ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ അല്ലേ, ഓപ്ഷൻ ഡി. ഇപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് പേരുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രചനയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അത് ആ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തൊരു ആൻസർ ഞാൻ ഇതായിപ്പോയി. കിതാബ് നുസ്ഹത്തുൽ ഖവാത്തിർ മിൻ മുഅല്ലഫാത്ത് അബ്ദുൽ ഹയ്യൽ ഹസനി ഫി തറാജിമുൽ അഅലാം എന്നുള്ളതാണ് വിഷയം കേട്ടോ. തറാജിമുൽ അഅലാം 2023 LPS ചോദിച്ചാണ് ഫുൾ ടൈം. തറാജിമുൽ അഅലാം എന്നാണ് അതിന്റെ മൗദൂഅ്, ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറയുന്നത് അബുൽ ഹസൻ അലി അന്നദവിയെ കുറിച്ചാണ്. അബുൽ ഹസൻ അലി അന്നദവിയെ കുറിച്ചാണ്. ഹുവ മുഫക്കിറൻ വ ആലിമുൻ ഇസ്ലാമി. ചിന്തകനും ഇസ്ലാമിക പണ്ഡിതനുമാണ്. ജനിക്കുന്നത് 1914 റായ്ബറേലിയിലാണ്. മരണപ്പെടുന്നത് 1999 ഡിസംബർ 31 വിശുദ്ധ റമളാൻ 23 ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പള്ളിയിൽ വെച്ച് മരണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പിതാവാണ് അബ്ദുൽ ഹയ്യൽ ഹസനി. നമ്മൾ പറഞ്ഞ ബിൻ ഖല്ലിഖാൻ ഹിന്ദ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അവൽ റജുലിൻ ഹിന്ദിയൻ ഹസന അല ജായിസത്തുൽ മലിക് ഫൈസൽ. കിങ് ഫൈസൽ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. 1980 അത് ലഭിക്കുന്നത്. 1980 അദ്ദേഹത്തിന് കിങ് ഫൈസൽ അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ പതനം, ലോകത്തിന് എന്താണ് സംഭവിച്ച നഷ്ടം എന്ത് എന്ന പേരിൽ പിന്നീട് മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫക്കീർ ഇസ്ലാം ഫൗണ്ടേഷൻ ആണ് പ്രസിദ്ധീകരിച്ചത്. കോഴിക്കോടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ. ഈ രചന അദ്ദേഹം നിർവഹിക്കാൻ ആരംഭിക്കുന്നത് 1944 അദ്ദേഹം പിന്നെ പഠനം പൂർത്തിയാക്കി വിവിധ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സഞ്ചരിച്ച സമയത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിലെ ദാരുണാവസ്ഥ കണ്ട് ഖിന്നനാവുകയും നിരാശപ്പെടുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും മുസ്ലിങ്ങളുടെ വളർച്ച, നിലനിൽപ്പ്, വിജയം ലോകത്തിന്റെ തന്നെ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഇത്തരമൊരു രചനയുമായി മുന്നോട്ട് വരുന്നത്. ബദഅ അൽ മുസന്നിഫു ഫി തഅലീഫി കിതാബിഹി അൽ മഷ്ഹൂർ മാദാ ഖസ്റൽ ആലം മിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ 1944 എഴുതി തുടങ്ങിയത്. വഅക്മലഹു 1947 അത് പൂർത്തിയാക്കി. പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നത് 50 48 വിഭജനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാലുഷ്യങ്ങൾ മറ്റുണ്ടായി. പിന്നീട് 50 അദ്ദേഹം എന്താവുന്നത് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഈ കൃതിയാണ് അബുൽ ഹസൻ അലി അന്നദവിയെ വിഖ്യാതനാക്കിയത് എന്നുള്ളതാണ്. ലോകത്ത് പ്രസിദ്ധനാക്കി തീർത്തത് ഈ ഒറ്റ രചനയാണ് എന്നുള്ളതാണ്. പിന്നീട് യൂറോപ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടൻ അല്ലെങ്കിൽ യൂറോപ്പ് ഒരു കൃതിക്ക് വിലക്ക് ഏർപ്പെടുത്തുമായിരുന്നെങ്കിൽ അതിൽ 1ാം നമ്പറായിട്ട് ഇടം പിടിക്കേണ്ട ഒരു കൃതിയാണ് ഇത്. മാദാ ഖസ്റൽ ആലം മിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ. ഏറ്റവും വലിയ അടിയാണ് ഈ പുസ്തകം എന്നാണ് പല പാശ്ചാത്യ സാഹിത്യകാരന്മാരും നിരൂപകന്മാരും എന്തായിട്ട് വിലയിരുത്തിയത് എന്നുള്ളതാണ്. കുറേ സംഭവങ്ങൾ ഈ കൃതിയുമായി അനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത്രയേറെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത അറബ് ലോകത്തും എന്നല്ല ലോകത്ത് തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു രചനയാണ് ഇത് മാദാ ഖസ്റൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. അതിൽ ചരിത്രമാണ് ചർച്ച ചെയ്യുന്നത്. മുസ്ലിങ്ങൾ തകർച്ച, ലോകത്തിന് ഉണ്ടാക്കിയ നഷ്ടം, ജാഹിലിയ കാലഘട്ടം മുതൽ ഇതുപോലെ ലോകത്ത് അന്നുണ്ടായ വിവിധ മത സാംസ്കാരിക തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവരുടെ അധപ്പതനത്തിന്റെ ചരിത്രം പറയുന്നു. ഇസ്ലാം ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ 5 അധ്യായങ്ങളിലായിട്ടാണ് ഈ കൃതി എന്താകുന്നത് നിലകൊള്ളുന്നത്.
അവസാന അധ്യായത്തിൽ ഇതിന്റെ പ്രശ്നം പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ എങ്ങനെ പഴയ സ്വത്വത്തിലേക്കും പഴയ ആ സാംസ്കാരിക അഭ്യുന്നതിയിലേക്കും പ്രതാപ ഐശ്വര്യങ്ങളിലേക്ക് തിരിച്ചു നടക്കേണ്ടതിന്റെ അനിവാര്യതയും അതിലേക്കുള്ള മാർഗങ്ങളും അദ്ദേഹം എന്താവുന്നുണ്ട് ഈ കൃതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. യൂറോപ്പിന്റെ പിന്നാലെ പോകുന്ന അറബ് ലോകത്തിന്റെ ആ ഭ്രമത്തെ അദ്ദേഹം അതിനിശിതമായി തന്നെ വിമർശിക്കുകയും അതിലാണ് മുസ്ലിം ലോകത്തിന് പതനം സംഭവിച്ചു പോയത് എന്നും അദ്ദേഹം അടിവരയിട്ട് അടയാളപ്പെടുത്തി പറയുന്നുണ്ടെന്ന് കാണാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാദാ ഖസറൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഈ കൃതി. 1970-കളിൽ ഒരു മലയാളത്തിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ വന്നിരുന്നെങ്കിലും പിന്നീട് അതിന്റെ എഡിഷനുകളൊന്നും വന്നില്ല. പിന്നീട് 2019-20 തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ അടുത്ത കാലത്തായിട്ടാണ് എന്തായത് അതിനു വീണ്ടും ഒരു മലയാളത്തിലേക്ക് പുതിയൊരു ട്രാൻസ്ലേഷൻ വന്നത്. അപ്പോൾ അത് ഓർത്തു വെക്കട്ടെ ഈ പുസ്തകം. ഇനി മറ്റു രചനകളാണ് ഖിസസുൻ നബിയീൻ, അതുപോലെ റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ പ്രഭാഷണ സമാഹാരങ്ങൾ, ലെക്ചറുകൾ സമാഹരിച്ച് കൃതിയാക്കിയതാണ്. ഇസ്ലാമിലെ നവോത്ഥാന നായകന്മാരെന്ന പേരിൽ എന്താണ് 3 വള്ളികളായിട്ട് മലയാളത്തിലും ഇത് അവൈലബിൾ ആണ്. വളരെ മനോഹരമായ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃതി കൂടിയാണിത്. റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്ന പേരിൽ ഇതും മലയാളത്തിൽ അവൈലബിൾ ആണ്. അത്വരീഖ് ഇലൽ മദീന, മദീനയിലേക്കുള്ള പാത എന്ന പേരിൽ 2 ട്രാൻസ്ലേഷൻ ഈ പുസ്തകത്തിന് നിലവിൽ അവൈലബിൾ ആണ്. ഒന്ന് പ്രിയപ്പെട്ട അബ്ദുൽ സമദാനി സാഹിബാണ് ചെയ്തത്. ഓക്കെ, മറ്റൊന്ന് അൽ ഖിറാഅത്തുർ റാഷിദ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട രചന. കഴിഞ്ഞ എക്സാമിൽ പിന്നെ ഖിറാഅത്തിനെ കുറിച്ച് ചോദിച്ച സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ചോദിച്ചു. ആ ഓപ്ഷനിൽ കൊടുത്തൊരു ഇതായിരുന്നു ഖിറാഅത്തുർ റാഷിദ എന്നുള്ളത്, ഒരു റീഡിംഗ് മെത്തേഡായിട്ട് സാന്ദർഭികം ഉണർത്തിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്തു വെക്കുക. എന്താണ് മാദാ ഖസറൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ, ഖിസസുൻ നബിയീൻ, റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, അത്വരീഖു ഇലൽ മദീന, അൽ ഖിറാഅത്തു റാഷിദ. ചോദ്യം നോക്കാം നമുക്ക്. സാഹിബ് കിതാബ് റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം, ഇതിന്റെ രചയിതാവാര് എന്നാണ് ചോദ്യം. സയ്യിദ് ഖുതുബ്, ഹമീദുദ്ദീൻ അൽ ഫറാഹി, അബുൽ ഹസൻ അലി അൻ-നദവി, സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ. മാദാ ഖസറൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ എന്ന പുസ്തകത്തിന് സയ്യിദ് ഖുതുബ് ഒരു മുഖദ്ദിമ എഴുതുന്നുണ്ട് ഒരു എഡിഷനിൽ. വളരെ ശ്രദ്ധേയമായ ഒരു മുഖദ്ദിമയാണ് അത് എന്ന് എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കൃതിയുടെ ഒരു അനിവാര്യത വളരെ മനോഹരമായ രീതിയിൽ വരച്ചു കാട്ടിയ ഒരു മുഖദ്ദിമയായിരുന്നു, ആമുഖമായിരുന്നു സയ്യിദ് ഖുതുബിൻ്റെത് എന്ന് പലരും പ്രശംസിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി അബുൽ ഹസൻ അലി നദവിയുടെ രചനയാണ് റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, സാഹിബ് കിതാബ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്നുള്ളതിന്റെ രചയിതാവാര്? നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 2023 കഴിഞ്ഞ LP എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്നുള്ളത് ആരുടെ രചനയാണ് എന്നുള്ളതാണ്. അബ്ദുൽ ഹഖ് ദഹ്ലവി, ഷാഹു അലി അല്ലാഹി ദഹ്ലവി, അബുൽ ഹസൻ അലി അൻ-നദവി, മുഹീദ്ദീൻ അലുവായി. ഒന്ന് സ്പീഡാക്കാണ്, കുറച്ചും കൂടെ നമ്മൾ പരമാവധി ഏരിയകൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അബുൽ ഹസൻ അലി അൻ-നദവിയാണ്. നെക്സ്റ്റ് ചോദ്യം, هذا الكتاب لأبي الحسن علي الندوي في الأصل سلسلة من المحاضرات التي ألقاها بجامعة دمشق. 1956 ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. ഉസ്താദ് സായിറൻ എന്ന് പറയും, വിസിറ്റിംഗ് പ്രൊഫസർ. അങ്ങനെ അവിടെ അദ്ദേഹം നടത്തിയ ലെക്ചറുകൾ സമാഹരിച്ചിട്ടാണ് ഈ കൃതി ആക്കിയത്, പിന്നീട് പ്രസിദ്ധീകരിച്ചത്. അത് ഏത് പുസ്തകമാണ് എന്നാണ് ചോദ്യം. മാദാ ഖസറൽ ആലം ബിൻ ഹിത്വാത്തുൽ മുസ്ലിമീൻ, അൽ ഖിറാഅത്തുർ റാഷിദ, റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം, ദറാസത്തുൻ ഖുർആനിയ. ഓപ്ഷൻ സി റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം. ഇങ്ങനെയൊക്കെ മോഡലുകളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നും ഓർമ്മിക്കുക. നെക്സ്റ്റ് ചോദ്യം, അൽ കിതാബു റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം മജ്മുഅത്തുൻ മുഹാദറാത്തുൻ അല്ലത്തി അൽഖാഹ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി, അൻവർ ഷാ അൽ കശ്മീരി, അസ്സയ്യിദ് അബുൽ ഹസൻ അലി അൻ-നദവി, അസ്സയ്യിദ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. പറയാം, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്? സയ്യിദ് അബുൽ ഹസൻ അലി അൻ-നദവിയുടെ രചനയാണ് റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, അബുൽ ഹസൻ അലി അൻ-നദവി അല്ലഫ കിതാബു, അദ്ദേഹത്തിന്റെ രചന ഏത് എന്നാണ് ചോദ്യം. നിസ്ബത്തുൽ ഖവാത്തിർ, തഹ്സീബുൽ അഖ്ലാഖ്, റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം, സിബ്ഹത്തുൽ മർജാൻ. ഇവിടെ നിങ്ങൾ ആൻസർ നിങ്ങൾക്കറിയാം, റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം ആണ്. ഈ ഓപ്ഷനിൽ വന്ന മറ്റു 3 പുസ്തകങ്ങൾ നോക്ക്, നമ്മൾ ചർച്ച ചെയ്ത പുസ്തകങ്ങളാണ്. അപ്പൊ ഈ പുസ്തകങ്ങൾ തന്നെയാണ് റൊട്ടേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനിലെ ഓപ്ഷനുകളിലൊക്കെ ആയിട്ട് വന്നു പോകുന്നത്. അപ്പൊ അത് ഈ പുസ്തകങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അങ്ങനെ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും. റിജാലുൽ ഫിക്രി വദ്ദഅവ ഫിൽ ഇസ്ലാം എന്നുള്ളതാണ്. മറ്റു 2 നുസ്ഹത്തുൽ ഖവാത്തിറും തഹ്സീബുൽ അഖ്ലാഖും അബ്ദുൽ ഹയ്യൽ ഹസനിയുടേതാണ്. സിബ്ഹത്തുൽ മർജാൻ ഗുലാം അലി ആസാദ് ബൽഗ്റാമിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം, ലംആത്തുത് തൻഖീഹ് ഫി ശർഹ് മിഷ്കാത്തുൽ മസ്വാബിഹ് മുഅല്ലഫത്തുൻ ഫിൽ അദബ് അൽ അറബി അൽ ഹിന്ദി, കാത്തിബ്, അതിന്റെ രചയിതാവ് ആര് എന്നാണ് ചോദ്യം.
അൻവർ ഷാ അൽ കശ്മീരി, അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി. ഇതിൽ ആരുടെ രചനയാണ് ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ്? പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ഓപ്ഷൻ ബി, സി എന്നുള്ള ആൻസറുകൾ വരുന്നുണ്ട്. എയും ഡിയും ആർക്കും വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? അൻവർ ഷാ അൽ കശ്മീരി, അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിയുടെ രചനയാണ് ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ് എന്നുള്ളത്. ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ്. അബ്ദുൽ ഹഖ് ദഹ്ലവിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് രചനകളാണ്. ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് അവ്വലു മൻ ജാഅ ബി ഇൽമിൽ ഹദീസ് ഇലൽ ഹിന്ദ് തസ്നീഫൻ വ തദ്രീസൻ. ഇന്ത്യയിൽ ഹദീസ് വിജ്ഞാനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആദ്യകാല പണ്ഡിതന്മാരിൽ ഒരാളാണ് ആര്? അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി എന്ന് പറയുന്നത്. അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് മദാരിജുൻ നുബുവ. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമ്പിളിൽ വന്നതാണ് മദാരിജുൻ നുബുവ. ഓക്കെ, മദാരിജുൻ നുബുവ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി. അതുപോലെ ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ്. ഇന്നും വിവിധ അറബി കോളേജുകളിലും മതപാഠശാലകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കിതാബ് കൂടിയാണ് ഇത്, ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ് എന്നുള്ളത്. മറ്റൊരു രചനയാണ് തഅലീഫുൽ ഖൽബുൽ അലീഫ് സുബദത്തുൽ ആസാർ. സുബദത്തുൽ ആസാർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ രണ്ട് രചനകളാണ് മദാരിജുൻ നുബുവ, ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ്. വിട്ടുപോകരുത്. അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ട് പേരുകളാണ് മദാരിജുൻ നുബുവയും ലംആത്തു തൻഖീഹ് ഫി ശർഹി മിഷ്കാത്തുൽ മസ്വാബീഹ് എന്ന് പറയുന്നത്. നോക്കാം. മദാരിജുൻ നുബുവ മിൻ മുഅല്ലഫാത്തി. ആരുടെ രചനയാണ് മദാരിജുൻ നുബുവ? പെട്ടെന്ന് ആൻസർ പറയണേ. ഗുലാം അലി ആസാദ് ബൽഖറാമി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി, അബ്ദുൽ ഹഖ് ദഹ്ലവി, അബുൽ ഹസൻ അലി ഹസൻ അന്നദവി. സ്പീഡാക്കാണ്. ഓപ്ഷൻ സി അബ്ദുൽ ഹഖ് ദഹ്ലവിയുടെ രചനയാണ് മദാരിജുൻ നുബുവ എന്ന് പറയുന്നത്. മദാരിജുൻ നുബുവ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അൻവർ ഷാ അൽ കശ്മീരിയെ കുറിച്ചാണ്. അൻവർ ഷാ അൽ കശ്മീരി വിഖ്യാതനായ പണ്ഡിതനാണ്. അത്യപൂർവമായ ബുദ്ധിശക്തിയുടെ ഓർമ്മശക്തിയുടെ ആൾ കൂടിയാണ് അദ്ദേഹം. ഹദീസ് വൈജ്ഞാനിക രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച മഹാൻ കൂടിയാണ്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് ലൈഫ് സ്കെച്ച് ഒന്നും ഇന്ത്യ അറബ് ലിറ്ററേച്ചറിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല PSC കേട്ടറ്റ് സെറ്റ് തലങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ പുസ്തകങ്ങൾക്കാണ് ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ 17-ാം തീയതി കഴിഞ്ഞ എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് മുഷ്കിലാത്തുൽ ഖുർആൻ. മുഷ്കിലാത്തുൽ ഖുർആൻ, തഅലീഖാത്തുൻ അൽ അഷ്ബാഹി വന്നളായിർ, തഅലീഖാത്തുൻ അൽ അഷ്ബാഹി വന്നളായിർ, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം, ഇക്ഫാറുൽ മുലഹിദീൻ ഫി ലറൂറിയാത്തിദ്ദീൻ, ഇക്ഫാറുൽ മുലഹിദീൻ ഫി ലറൂറിയാത്തിദ്ദീൻ, നൈലുൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫ്ഉൽ യദൈൻ, നൈലുൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫ്ഉൽ യദൈൻ, ഫൈലുൽ ബാരി ഫി ശറഹി സ്വഹീഹുൽ ബുഖാരി, ഫൈലുൽ ബാരി ഫി ശറഹി സ്വഹീഹുൽ ബുഖാരി. നമ്മൾ പറയാണ് മുഷ്കിലാത്തുൽ ഖുർആൻ, തഅലീഖാത്തുൻ അലൽ അഷ്ബാഹി വന്നളായിർ, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം, ഇക്ഫാറുൽ മുലഹിദീൻ ഫി ലറൂറിയാത്തിദ്ദീൻ. ഓക്കെ, നൈലുൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫ്ഉൽ യദൈൻ, ഫൈലുൽ ബാരി ഫി ശറഹി സ്വഹീഹുൽ ബുഖാരി. നമുക്ക് നോക്കാം. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഫൈലുൽ ബാരി അല മുമ്പുള്ള എക്സാമിൽ ഒന്നാണ്. ഫൈലുൽ ബാരി അല സ്വഹീഹുൽ ബുഖാരി കിതാബുൻ, അതിന്റെ രചയിതാവാരി കിതാബുൻ ആർക്കുള്ള രചനയാണെന്നാണ് ചോദ്യം. മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി, ഷംസുൽ ഹഖ് അലീമാബാദി, ഷബീർ അഹമ്മദ് അദ്ദയ്യൂബി അൽ ഉസ്മാനി, മുഹമ്മദ് അൻവർ ഷാ അൽ കശ്മീരി. ഓപ്ഷൻ ഡി അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയാണ് ഫൈലുൽ ബാരി എന്ന് പറയുന്നത്. ഇത് ഒന്ന് നോട്ടബിൾ ആയിട്ടുള്ള രചനയാണ്. നോക്കുക. ഫൈലുൽ ബാരി അല സ്വഹീഹുൽ ബുഖാരി, മുഹമ്മദ് അൻവർ ഷാ അൽ കശ്മീരി, ലൗഉദ് ദറാറി ഫി ശർഹ് സ്വഹീഹുൽ ബുഖാരി, ഗുലാം അലി ആസാദ് ബൽഖറാമി, ഔനുൽ ബാരി ലഹിൽ അദില്ലത്തുൽ ബുഖാരി, സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. ഇന്ത്യക്കാരായ 3 പണ്ഡിതന്മാർ സ്വഹീഹുൽ ബുഖാരിക്ക് എഴുതിയ ഷറഹാണ്. ഒന്ന് ഫൈലുൽ ബാരി അൻവർ ഷാ അൽ കശ്മീരി, ലൗഉദ് ദറാറി ഗുലാം അലി ആസാദ് ബൽഖറാമി, ഔനുൽ ബാരി സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. ഫത്ഹുൽ ബാരി അതുപോലെ സ്വഹീഹുൽ ബുഖാരിക്കുള്ള ഷറഹാണ്. ഇത് ആരെ എഴുതിയതാണ്? ഫത്ഹുൽ ബാരി
യെസ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനയാണ് ഫത്ഹുൽ ബാരി കേട്ടോ. മാറിപ്പോരുത്. ഫൈലുൽ ബാരി അൻവർ ഷാ അൽ കശ്മീരി, ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. സ്വഹീഹ് ബുഖാരിയുടെ ഷറഹുകളിൽ ഏറ്റവും വിഖ്യാതമായ ഷറഹാണ് ഇത് ഫത്ഹുൽ ബാരി എന്ന് പറയുന്നത്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഓക്കെ ഫൈലുൽ ബാരി അൻവർ ഷാ അൽ കശ്മീരി, ലൗഉദ് ദറാറി ഗുലാം അലി ആസാദ് അൽ ഖലാമി, ഔനുൽ ബാരി സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. നെക്സ്റ്റ് ചോദ്യം, അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം മിൻ മുഅല്ലഫാത്തി, ആരുടെ രചനയാണ്? അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം, അബ്ദുൽ ഹഖ് മുഹദ്ദിസ് അദ്ദഹ്ലവി, അൻവർ ഷാ അൽ കശ്മീരി, ഗുലാം അലി ആസാദ് അൽ ഖലാമി, അബുൽ ഹസൻ അലി അൻ-നദ്വി. അറബി ലിറ്ററേച്ചറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 99.99% പുസ്തകങ്ങളെ പറ്റി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അൻവർ ഷാ അൽ കശ്മീരിയാണ് അഖീദത്തുൽ ഇസ്ലാം ഫി ഹയാത്തി ഈസ അലൈഹിസ്സലാം എന്ന രചന നിർവഹിക്കുന്നത്. കിതാബു മിൻ കുതുബി അൻവർ ഷാ അൽ കശ്മീരി, അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയിൽപ്പെട്ട ഒരു രചന ഏത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 17-ാം തീയതി കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യം. അദ്ദഅവത്തുൽ ഇസ്ലാമി ഫി ശുബ്ഹി ഖാറത്തുൽ ഹിന്ദിയ, തഅലീഖാത്തുൻ അലാ ഫത്ഹിൽ ഖദീർ, ഫുതൂഹുൽ ഹറമൈൻ, മുഖദ്ദിമത്തുൻ ഫി മുസ്തലഹിൽ ഹദീസ്. താലിഖാത്തുൻ അലാ ഫത്ഹിൽ ഖദീർ, താലിഖാത്തുൻ അലാ ഫത്ഹിൽ ഖദീർ. നേരത്തെ നമ്മൾ പറഞ്ഞ താലിഖാത്തുൻ അഷ്ബാഹി വന്നവാഇർ എന്നുള്ള താലിഖാത്ത് മാർക്കുണ്ട്, അൻവർ ഷാ അൽ കശ്മീരിക്കുണ്ട്. ഈ രചന കൂടി ഓർത്ത് വെക്കുക, താലിഖാത്തുൻ അലാ ഫത്ഹിൽ ഖദീർ. ഓക്കെ, അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയാണ്. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ സെഷനിൽ. ഇൻഷാ അല്ലാഹ് അടുത്ത വരുന്ന സെഷനിൽ കേരള ലിറ്ററേച്ചറിനും അതുപോലെ എന്തോ ലിറ്ററേച്ചറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ആളുകൾ കൂടി ബാക്കിയുണ്ട്. സൈറാബാദി, സഹാറൻ ഫൂരി പോലുള്ള ആളുകൾ കൂടി, അതുപോലെ റിജാൽ സിന്ധു അൽ ഹിന്ദനും ഖാദി തഹർ മുബാറക് ഫൂരി, അങ്ങനെ തുടങ്ങി. പിന്നെ കേരളത്തിൽ നിന്ന് മഖ്ദൂം തങ്ങന്മാരും ഖാദി ഉമർ ഖാദി ബലങ്കൂത്തിയും അങ്ങനെ തുടങ്ങി കുറച്ച് ഖാദി പിന്നെ ഉമറു ഖാദി മുഹമ്മദൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇന്തോ അറബ് ലിറ്ററേച്ചർ സെഷനിൽ നമ്മൾ പരിചയപ്പെടും. ഇതുവരെ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇന്തോ അറബ് ലിറ്ററേച്ചറിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ അത് നിർബന്ധമായും പഠിക്കണം. അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാറേ, അബ്ജദുൽ ഉലൂം ആരുടെ ഗ്രന്ഥം? വള്ളിങ്ങളുടെ രചനയാണ് അബ്ജദുൽ ഉലൂം എന്ന് പറയുന്നത്. സലാസ് മുജല്ലദാത്താണ് കേട്ടോ. ഇത് തറാജിമുൽ ഉലമാ അൽ ഹിന്ദാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയ രചനയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ? ചില ഇതിന് ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ നോട്ട്സും ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും. ഇനിയും ഇതുപോലെ ധാരാളം ക്ലാസ്സുകൾ അവിടെയൊക്കെ വരും. ഗ്രൂപ്പിൽ തന്നെ തുടരുക. ഇൻഷാ അല്ലാഹ് പഠനങ്ങളൊക്കെ ഉഷാറായി മുന്നോട്ട് പോകട്ടെ. നമുക്ക് മുമ്പിൽ അവസരങ്ങൾ വളരെ കുറവും വെല്ലുവിളികൾ കൂടുതലുമാണ് എന്നതാണ് അല്ലേ. നമുക്ക് മത്സരിക്കാനുള്ള ധാരാളം ആളുകളോടുകൂടിയാണ്. അപ്പോൾ നന്നായി പഠിക്കുക. കുറേ ഒഴിവുകളുണ്ട്, പ്രത്യേകിച്ച് പിന്നെ നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഓഫീസ് ടൈം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു സന്ദർഭമാണ്. അപ്പോൾ മെയ് 8-ന് നടക്കാനുള്ള എക്സാം വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. അല്ലാഹു വിജയം പ്രദാനം ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. നമ്മളിവിടെ ഇങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശുക്രൻ ലഹുസ്നി ഇസ്തിമാഇക്കും, ബാറക്കല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ ഹസനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.